ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 12. സായി ലീലകൾ, അനുഭവങ്ങൾ. കാക്ക മഹാജനി, ദുമോൽ വക്കീൽ, ശ്രീമതി നിമോൻകർ, മൂല്യശാസ്ത്രി, ഒരു വൈദ്യൻ. ഈ അധ്യായത്തിൽ ബാബ എങ്ങനെ ബാബയുടെ ഭക്തന്മാരെ സ്വീകരിച്ചു, അവരോട് പെരുമാറിയിരുന്നു എന്നിവയെ വിവരിക്കാം. സന്യാസിമാരുടെ പ്രവൃത്തി, ആവിഷ്കത. അവതാരങ്ങൾ നല്ലവരെ രക്ഷിക്കും, ദുഷ്ടരെ നിഗ്രഹിക്കും. ഇത് നമ്മൾ മുമ്പ് തന്നെ കണ്ടു. എന്നാൽ സന്യാസിമാരുടെ പ്രവൃത്തി, കർമ്മങ്ങൾ വേറെയാണ്. അവർക്ക് നല്ലതും കെട്ടതുമെല്ലാം ഒരുപോലെയാണ്. ആദ്യമായി തെറ്റുകളും ഉപദ്രവങ്ങളും ചെയ്യുന്നവരെ തിരുത്തി നല്ലവരാക്കുന്നു. അവർ ഭാവസാഗരത്തെ, ഈഹലോകം കുടിക്കുന്ന അഗസ്ത്യമുനി അല്ലെങ്കിൽ അറിവില്ലായ്മയായ ഇരുളിനെ അകറ്റുന്നു. സൂര്യനാണെന്ന് പറയാം. ദൈവം സന്യാസിമാരിൽ കുടികൊള്ളുന്നു. വാസ്തവത്തിൽ അവരിൽ വ്യത്യാസമില്ല. നമ്മുടെ സായി അതിൽപ്പെട്ട ഒരു സന്യാസിയാണ്. ബാബ അവതാരമെടുത്തത് ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അറിവിൽ ശിഖരവും തേജസ്സിനാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ബാബ എല്ലാറ്റിനെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. സായി ഒന്നിലും സമ്പത്തിപ്പെട്ടിരുന്നില്ല. സ്നേഹിതന്മാരെയും ദുഷ്ടന്മാരെയും അതുപോലെ രാജാക്കന്മാരെയും ഒന്നുമില്ലാത്തവരെയും ബാബയ്ക്ക് ഒരുപോലെയായിരുന്നു. ബാബയുടെ പൗരുഷം, പരാക്രമത്തെ കേൾക്കുക. ഭക്തന്മാർക്ക് ബാബ തന്റെ ഗുണങ്ങളെ പകർന്നു കൊടുത്തിരുന്നു. എപ്പോഴും ശിഷ്യന്മാരെ സഹായിക്കാൻ മുമ്പിൽ നിന്നിരുന്നു. ബാബ അവരെ കാണാൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഭക്തന്മാർക്ക് സായിയോട് അടുക്കുവാൻ സാധ്യമല്ല. അവർക്കുള്ള സമയം വന്നാൽ മാത്രമേ അവർക്ക് ബാബയെ ഓർമ്മയിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ബാബയുടെ ലീലകൾ കേൾക്കുവാൻ ആഗ്രഹം ഉണ്ടാവുകയില്ല. പിന്നെ എങ്ങനെ അവർക്ക് ബാബയെ കാണാൻ കഴിയും? ചില ആളുകൾ ബാബയെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് ബാബയെ സമാധിയാകുന്നതുവരെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ പല ആളുകൾക്ക് ബാബയുടെ ദർശനം ലഭിച്ചില്ല. ഈ ആളുകൾ ബാബയെ വിശ്വസിച്ചു. സായി ലീലകളെ കേട്ടാൽ അവരുടെ ദർശനം ഒരു വഴി സാധ്യമായി മനഃശാന്തി കിട്ടും. സന്ദർഭവശാൽ ചിലർ അവിടെ ചെന്ന് ബാബയെ ദർശിച്ചിരുന്നാലും അവർക്ക് അവിടെ അധിക നേരം താമസിക്കുവാൻ കഴിയില്ല. ബാബയുടെ ആജ്ഞയില്ലാതെ ആർക്കും തിരിച്ചു പോകാനും സാധിച്ചിരുന്നില്ല. ബാബ അനുവദിക്കുന്ന സമയം വരെ അവർക്ക് അവിടെ താമസിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാബയുടെ ആജ്ഞയിൽ സ്ഥലം വിടേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ബാബയുടെ ആശീർവാദങ്ങളിലാണ് അടങ്ങിയിട്ടുള്ളത്. ശ്രീ കാക്ക മഹാജനി. ഒരിക്കൽ കാക്ക മഹാജനി ബോംബെയിൽ നിന്നും ഷിർദിക്ക് വന്നു. അദ്ദേഹം അവിടെ ഒരാഴ്ച താമസിച്ച് ഗോകുലാഷ്ടമി കൊണ്ടാടണമെന്ന് ആശിച്ചു. ബാബയെ ദർശിച്ചയുടൻ എപ്പോഴാണ് മടങ്ങുന്നതെന്ന് ബാബ ചോദിച്ചു. മഹാജനിക്ക് ഈ ചോദ്യം വളരെ അതിശയമായിരുന്നു. പക്ഷേ അതിനുത്തരം കൊടുക്കേണ്ടതാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് മഹാജനി പറഞ്ഞു. അതിന് ബാബ നാളെ തന്നെ പോകൂ എന്ന് പറഞ്ഞു. ബാബയുടെ ആജ്ഞകൾ നിയമമായിരുന്നു, അതനുസരിക്കണം. കാക്ക മഹാജനി അതിനാൽ ഉടൻ തന്നെ ഷിർദി വിട്ടു. തന്റെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ യജമാൻ വളരെ ജിജ്ഞാസയോടെ മഹാജനിയെ കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ മാനേജർക്ക് സുഖമില്ലാതായത് കാരണം കാക്ക മഹാജനിയുടെ ഹാജർ ഓഫീസിൽ അത്യാവശ്യമായിരുന്നു. അതിനാൽ യജമാനൻ അദ്ദേഹത്തിന്റെ വരവിന് കാത്തു നിന്നിരുന്നു. അദ്ദേഹം കാക്കയ്ക്ക് ഷിർദിയിലേക്ക് ഒരു കത്ത് അയച്ചിരുന്നു. അത് അവിടുന്ന് മുംബൈക്ക് തിരിച്ചയച്ചിരുന്നു. ബാബു സാഹിബ് ദുമൽ. ഇനിയൊരു കഥ കേൾക്കുക. ബാബു സാഹിബ് ദുമൽ ഒരു കേസ് കാരണം യാത്രയിലായിരുന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹം ഷിർദിക്ക് ചെന്നു ബാബയെ ദർശിച്ചു. നിബാഡിയിലേക്ക് യാത്ര തുടരണമായിരുന്നു. പക്ഷെ അതിനെ അനുവദിച്ചില്ല. അദ്ദേഹത്തെ ഒരാഴ്ചയോളം അവിടെ താമസിപ്പിച്ചു. ഇതിനിടയ്ക്ക് നിബാഡിലെ മജിസ്ട്രേറ്റ് കഠിനമായ വയറുവേദനയാൽ കഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. പിന്നെ ദുമാൽക്ക് കേസ് തുടരാനുള്ള ആജ്ഞ മുംബൈയിൽ നിന്ന് കിട്ടി. അത് കുറെ മാസങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. 4 മജിസ്ട്രേറ്റുകൾ അതിൽ ഇടപെട്ടിരുന്നു. ഒടുവിൽ ദുമാൽ കേസിൽ വിജയിച്ചു. തന്റെ കക്ഷിക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്തു. ശ്രീ നാനാ സാഹിബ് നിമോൻകർ വാട്ടാണ്ടർ എന്ന നിമോണിയിലെ മജിസ്ട്രേറ്റ് ഷിർദിയിൽ തന്നെ കുടുംബസമേതം താമസിച്ചിരുന്നു. അവർ മസ്ജിദിൽ ബാബയ്ക്ക് ശുശ്രൂഷ ചെയ്ത് സമയം ചിലവഴിച്ചിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ അവരുടെ മകൻ സൂക്കേടായി കിടപ്പായ കാരണം ശ്രീമതി നിമോൻകർ ബേലാപൂരിലേക്ക് പോയി. തന്റെ മകനെയും ബന്ധുമിത്രാദികളെയും കണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഷിർദിക്ക് പോകാനായി ആഗ്രഹിച്ചു. എന്നാൽ നിമോൻകർ അടുത്ത ദിവസം തന്നെ തിരിച്ചു വരുവാനായി പറഞ്ഞു. ആ സ്ത്രീ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴപ്പത്തിലായി. പക്ഷേ തന്റെ ദൈവം സായിബാബ രക്ഷയ്ക്ക് വന്നു. ഷിർദി വിടുമ്പോൾ അവർ ബാബയെ കാണാൻ ചെന്നു. നാനാ സാഹിബ് മറ്റ് പലരോടും കൂടി നിൽക്കുകയായിരുന്നു. അവർ ബാബയെ നമസ്കരിച്ചു.
ബാബ പോവൂ പോവൂ, വേഗം പോ വേഗം എന്ന് പറഞ്ഞു. എത്ര നാൾ വേണമെങ്കിലും സൗകര്യം പോലെ ബോലാപൂരിൽ താമസിക്കുക. എല്ലാ ബന്ധുക്കളെയും കണ്ട് ശ്രുതിക്ക് തിരിച്ചു വരൂ. നോക്കൂ, ബാബയുടെ ആശീർവാദം എത്ര ഭാഗ്യമുള്ളതായിരുന്നു. നാനാ സാഹിബിന്റെ ആജ്ഞ ബാബയാൽ നിരാകരിക്കപ്പെട്ടു. മൂലെ ശാസ്ത്രി നാസിക്കിൽ നിന്ന് ഒരു ബ്രാഹ്മണ അഗ്നിഹോത്രി കുടുംബത്തിലെ മതാനുസാരിയും നാസിക് നിവാസിയുമായിരുന്ന മൂലശാസ്ത്രി. അദ്ദേഹം ആദിശാസ്ത്രങ്ങൾ പഠിച്ചിരുന്നു, ജാതകത്തിൽ നിപുണനായിരുന്നു, കൂടാതെ കൈരേഖാ നിപുണനും. ഒരു പ്രാവശ്യം ശ്രീ ബാബു സാഹിബ് ഒരു പ്രസിദ്ധ പണക്കാരനെ കാണാനായി ശ്രുതിക്ക് വന്നിരുന്നു. അദ്ദേഹത്തെ കണ്ട ശേഷം അവർ മറ്റ് ചിലരുമായി ബാബയെ കാണാൻ മസ്ജിദിലേക്ക് ചെന്നു. ബാബ തന്റെ പഴങ്ങളും കഴിക്കുവാനുള്ള സാധനങ്ങളും മസ്ജിദിൽ വരുന്നവർക്ക് കൊടുത്തിരുന്നു. ബാബ മാമ്പഴത്തിന്റെ എല്ലാ വശവും അമർത്തി ചാറു മാത്രം കുടിച്ചു കുരു എറിയുമായിരുന്നു. വാഴപ്പഴങ്ങൾ ഉരിച്ച് പഴം ഭക്തർക്ക് വിതരണം ചെയ്ത് തോലിനെ താൻ ഉപയോഗിക്കും. മൂലശാസ്ത്രി ഒരു കൈ രേഖാനിപുണനായിരുന്നതിനാൽ ബാബയുടെ കൈ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബാബ അത് വകവെച്ചില്ല. മാത്രമല്ല 4 വാഴപ്പഴം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എല്ലാവരും പിന്നെ പടാവിലേക്ക് തിരിച്ചു. കുളി കഴിഞ്ഞ് മൂലശാസ്ത്രി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് താൻ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികൾ ഏർപ്പെട്ട് അഗ്നിഹോത്രം മുതലായവ നടത്തി. അതിൽ പിന്നെ ബാബ ലിണ്ടിയിലേക്ക് പുറപ്പെട്ടു. കുറെ ജെറു കാവ്യവസ്ത്രമാകാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എടുത്തുകൊള്ളുക. ഇന്ന് നമുക്ക് കാവ്യവസ്ത്രം ധരിക്കാം. ബാബ എന്താണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. കുറെ കഴിഞ്ഞു ബാബ തിരിച്ചു വന്ന ഉച്ചയ്ക്കുള്ള ആരതി നടത്തിക്കൊണ്ടിരുന്നപ്പോ ബാബു സാഹേബ് മൂലയോട് ഉച്ചപൂജയ്ക്ക് ചെല്ലാമോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ബാബ നിന്നെ കാണാൻ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. ബാബ അദ്ദേഹത്തിന്റെ ആസനത്തിൽ ഇരുന്ന് ഭക്തന്മാർക്ക് ഉച്ചപൂജയും പ്രാർത്ഥനകളും ആരംഭിച്ചു. ബാബ പറഞ്ഞു, ആ പുതിയ നാസിക് ബ്രാഹ്മണന്റെ അടുത്ത് നിന്ന് കുറെ ദക്ഷിണ തരാൻ പറയുക. ഊട്ടി ദക്ഷിണ കൊണ്ടുവരാനായി വാടാവിലേക്ക് ചെന്നു. ആ വർത്തമാനം മൂലശാസ്ത്രി അറിയിച്ചപ്പോ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം തന്റെ മനസ്സിൽ ഇപ്രകാരം വിചാരിച്ചു, ഞാനൊരു ശുദ്ധ അഗ്നിഹോത്ര ബ്രാഹ്മണനാണ്. എന്തിനു വേണ്ടി ഞാൻ ദക്ഷിണ കൊടുക്കണം? ബാബ വലിയ ഒരു സന്യാസിയായിരിക്കാം, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ആശ്രയിക്കുന്നില്ലല്ലോ. പണക്കാരനായ ബൂട്ടിയോട് ഒരു വലിയ സന്യാസിയായ ബാബ ദക്ഷിണ ചോദിക്കുമ്പോൾ അത് നിരസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ നിർത്തിവെച്ച് ബൂട്ടിയുടെ കൂടെ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. മൂലെ ഒരു പാവനും മസ്ജിദ് അങ്ങനെയല്ലാത്തതായി കരുതിയതിനാൽ തന്റെ കരങ്ങൾ കൂപ്പി ബാബയുടെ നേർക്ക് കുറെ പുഷ്പങ്ങൾ എറിഞ്ഞു. അപ്പോൾ അദ്ദേഹം കണ്ടത് ബാബയെ അല്ലായിരുന്നു, മരിച്ചുപോയ തന്റെ കോലാലാപ് സ്വാമിയെ ആയിരുന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്നിട്ട് വിചാരിച്ചു, ഇതൊരു സ്വപ്നമായിരിക്കുമോ? അല്ല, അത് സത്യമായിരുന്നു. കുറെ നേരത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. തന്നെ തുള്ളി നോക്കി. പിന്നെയും ആലോചിച്ചു. പക്ഷെ ആ സംഭവം ഗുരു ലോലപ്പിനെ മസ്ജിദിൽ കണ്ടത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഒടുവിൽ എല്ലാ സംശയങ്ങളെയും വിട്ട് നേരെ മുകളിലേക്ക് ചെന്ന് ഗുരുവിന്റെ കാലടികൾ വീണ് നമസ്കരിച്ചിട്ട് കയ്യും കെട്ടി നിന്നു. മറ്റുള്ളവർ ബാബയുടെ ആരതി പാടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് മൂലശാസ്ത്രി ഉറക്കെ തന്റെ ഗുരുവിന്റെ നാമം ചൊല്ലിക്കൊണ്ടിരുന്നു. എന്നിട്ട് തന്റെ അഹംഭാവം, ജാതി ഇവയെല്ലാം മാറ്റിവെച്ച് ബാബയുടെ പാദങ്ങൾ വീണു. എഴുന്നേറ്റു കണ്ണു തുറന്നപ്പോ അദ്ദേഹം കണ്ടത് ബാബ ദക്ഷിണ ചോദിക്കുന്നതായിരുന്നു. ബാബയുടെ പ്രകാശപ്രാഭവും അസംഭാവിത ശക്തിയും കണ്ട് മൂലശാസ്ത്രി തന്നെ മറന്നുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷാശ്രുക്കൾ ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെയും ബാബയെ നമസ്കരിച്ച് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തു. എനിക്കിപ്പോൾ സംശയങ്ങളെല്ലാം അകന്ന് എന്റെ ഗുരുവിനെ കണ്ടു. ഈ അതിശയ സംഭവത്തെ കണ്ട ജനങ്ങളും മൂലശാസ്ത്രിയും എല്ലാവരും ബാബയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി. കൊണ്ടുവരൂ ജെറു, കാവ്യവസ്ത്രം ധരിപ്പിക്കാം. അത്തരത്തിലായിരുന്നു ബാബയുടെ ലീലകൾ. ഒരു വൈദ്യൻ ഡോക്ടർ ഒരിക്കൽ ഒരു മാമൽദാത്തർ അദ്ദേഹത്തിന്റെ ഡോക്ടർ ചങ്ങാതിയുമായി ശ്രുതിയെ സന്ദർശിച്ചു. ഡോക്ടർ അദ്ദേഹത്തിന്റെ ബിംബ രാമനാണെന്നും അത് കാരണം ഒരു മുഹമ്മദിയന്റെ മുമ്പിൽ തല കുനിക്കുകയില്ലെന്നും പറഞ്ഞു. ആയതിനാൽ അദ്ദേഹം ശ്രുതിക്ക് പോകുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരും അദ്ദേഹത്തെ ബാബയുടെ മുമ്പിൽ തല കുനിയുവാനായി നിർബന്ധിക്കുകയില്ലെന്ന് പറഞ്ഞു. അതിനാൽ അദ്ദേഹം തന്റെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അതുപോലെ അവർ ശ്രുതിയിലെത്തി. ബാബയെ കാണുവാനായി ചെന്നു. ഡോക്ടർ മുമ്പിൽ ചെന്നു ബാബയെ വണങ്ങുന്നത് കണ്ട് ജനങ്ങൾ അതിശയിച്ചു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ നിശ്ചയം മറന്ന് ഒരു മുസൽമാനെ വണങ്ങിയത്? അതിന്ന് ഡോക്ടർ
അദ്ദേഹം തന്റെ ഗുരു റാമിനെ ബാബയുടെ ഇരിപ്പിടത്തിൽ കണ്ടു. അതുകൊണ്ട് താൻ കുമ്പിട്ടുവെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സായി ബാബയെ കണ്ടു. അത് കണ്ട ക്ഷണം ഇതെന്ത് ഒരു സ്വപ്നമാണോ എന്ന് വിചാരിച്ചു. എങ്ങനെ അദ്ദേഹം ഒരു മുഹമ്മദീനാവും? അദ്ദേഹം ഒരു പൂർണ്ണ യോഗ സമ്പന്ന അവതാരമാണ്. അടുത്ത ദിവസം ഒരു ശബ്ദമെടുത്തു. ഡോക്ടർ വ്രതം ആരംഭിച്ചു. മസ്ജിദിലേക്ക് പോയില്ല. ബാബ ആശീർവദിക്കുന്നതുവരെ ഇത് തുടരണമെന്ന് തീർച്ചയാക്കി. 3 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ഒരു അടുപ്പമുള്ള ചങ്ങാതിയെ കാണേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഡോക്ടറും ബാബയെ കാണുവാൻ മസ്ജിദിലേക്ക് പോയി. ദർശനത്തിന് ശേഷം ബാബ ഡോക്ടറോട് ചോദിച്ചു, ആരെങ്കിലും എന്നെ കാണാനായി വിളിച്ചുവോ? എന്നിട്ടാണോ ഇവിടെ വന്നിട്ടുള്ളത്? ഈ ഒരു വിലമതിക്കാൻ സാധിക്കാത്ത ചോദ്യം ഡോക്ടറെ അത്ഭുതപ്പെടുത്തി. അന്ന് രാത്രി തന്നെ ബാബ ഡോക്ടറെ ആശീർവദിച്ചു അനുഗ്രഹിച്ചതായി ഉറക്കത്തിൽ കണ്ടു. പിന്നീട് അദ്ദേഹം തന്റെ പട്ടണത്തിലേക്ക് തിരിച്ചു. 2 ആഴ്ചക്കാലം അതേ നിലയിലായിരുന്നു. അതിൽ പിന്നെ ബാബയോടുള്ള സ്നേഹവും ഭക്തിയും 10 മടങ്ങ് വർദ്ധിച്ചു. ഈ പറഞ്ഞ കഥകളുടെയെല്ലാം സാരം പ്രത്യേകമായും മൂല്യശാസ്ത്രിയുടെ അനുഭവം വെച്ച് നാം വേറൊന്നിലുമില്ലെങ്കിലും നമ്മുടെ ഗുരുവിൽ ദൃഢമായി ഭക്തി ചൊലുത്തണമെന്നതാണ് ബാബയുടെ ചില ലീലകൾ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നത്. ഈ പറഞ്ഞ കഥകളുടെയെല്ലാം സാരം പ്രത്യേകമായും മൂല്യശാസ്ത്രിയുടെ അനുഭവം വെച്ചു നാം വേറൊന്നിലുമില്ലെങ്കിലും നമ്മുടെ ഗുരുവിൽ ദൃഢമായി ഭക്തി ചൊലുത്തണമെന്നതാണ് ബാബയുടെ ചില ലീലകൾ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നു. ആമീൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.